യൂറിൻ തെറാപ്പി ചെയ്യുമ്പോൾ ആ വ്യക്തി നല്ല യൂറിൻ ലഭിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൂത്രം പൊതുവേ ക്ഷാരഗുണപ്രധാനമാണ്. എന്നാൽ ആഹാരശീലങ്ങൾ അതിൻ്റെ ക്ഷാര സ്വഭാവത്തെ മാറ്റുകയും അമ്ലത്വം നൽകുകയും ചെയ്യും. അതിനാൽ മൂത്രത്തെ ക്ഷാരസ്വഭാവത്തിൽ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ആഹാരം അതിനനുസൃതമായിരിക്കണം. കൃത്രിമ ആഹാരങ്ങൾ, മാംസം, മത്സ്യം എല്ലാം കൂടുതൽ കഴിക്കുമ്പോൾ രക്തത്തിൻ്റെ അമ്ലത്വം വർദ്ധിക്കും. അമ്ല ക്ഷാര അനുപാതത്തെ അളക്കുന്നതിനുള്ള pH വാല്യൂ 7 കുറയുമ്പോൾ അമ്ലത്വവും 7 കൂടുമ്പോൾ ക്ഷാരഗുണവും രക്തത്തിന് നൽകും. 7.4 രക്തത്തിൻ്റെ നോർമൽ pH വാല്യൂ. ക്ഷാരഗുണം അമിതമാകുന്നതും വാസ്തവത്തിൽ ഗുണകരമല്ല. ആഹാരത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുക. കുമ്പളവർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ, അതായത് വെള്ളരി, കക്കിരി, പടവലം, കോവക്ക തുടങ്ങിയവ കൂടുതൽ ക്ഷാരഗുണമുള്ളവയാണ്. ചെറുനാരങ്ങ, ഓറഞ്ച് എന്നിവ ആമാശയത്തിലെത്തുമ്പോൾ ക്ഷാരാവസ്ഥ കൈവരിക്കും. പുറത്ത് അതിന് കൂടുതലും അമ്ല സ്വഭാവമാണ് ഉണ്ടാവുക. ശരീരത്തിനകത്ത് നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് ക്ഷാരാവസ്ഥയിലെത്തുന്നു എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. മാംസം, മുട്ട, മത്സ്യം, പാല് എന്നിവ കുറയ്ക്കുന്നത് നല്ലതാണ്. അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മദ്യം, പഞ്ചസാര എന്നിവ ഒഴിവാക്കണം. അതേ അവസരത്തിൽ ഗ്രീൻ ടീ ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേറെയും ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. വെള്ളം നന്നായി കുടിക്കുന്നതും മൂത്രത്തിൻ്റെ pH വാല്യൂ നോർമലായി നിർത്താൻ സഹായിക്കും. ഭക്ഷണത്തിലൂടെ മൂത്രത്തിൻ്റെ ക്ഷാരഗുണം നിയന്ത്രിക്കാൻ കഴിയും. രക്തത്തിൻ്റെ pH സ്വാഭാവികമായും ആൽക്കലൈനായി നിലനിർത്താൻ ശരീരത്തിനകത്തുള്ള പ്രക്രിയകൾ തന്നെ സഹായിക്കുന്നുണ്ട്. ബേക്കറി ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മൈദ, അതിൻ്റെ കളറിങ് ചെയ്യുന്നതിനുള്ള വസ്തുക്കൾ, എണ്ണ തുടങ്ങിയ ദോഷകരമായ പലതുമുണ്ട്. എങ്കിലും അതിലടങ്ങിയിട്ടുള്ള അപ്പക്കാരം, സോഡിയം കാർബണേറ്റ് ക്ഷാരഗുണം ഉള്ളതാണ്. രോഗികൾ അമ്ലഗുണമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ രോഗം അധികരിക്കാനാണ് സാധ്യത. അത്തരക്കാർ ക്ഷാരഗുണമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം. യൂറിൻ്റെ ക്ഷാരഗുണം കൂടുമ്പോൾ അതിൻ്റെ ഔഷധ വീര്യവും വർദ്ധിക്കും. വെള്ളത്തെ കൂടുതൽ ക്ഷാരാവസ്ഥയിലേക്ക് മാറ്റാനുള്ളൊരു മാർഗമുണ്ട്. ഒരു ദിവസത്തേക്ക് വേണ്ട കുടിവെള്ളം തലേ ദിവസം ഒരു മൺപാത്രത്തിൽ എടുത്തു വെക്കുക. അതിലൊരു കക്കിരി മുറിച്ചിടുക. അതോടൊപ്പം ഒരു ചെറുനാരങ്ങയും കഷണങ്ങളാക്കി മുറിച്ചിടുക. അടച്ചു വെക്കുന്നതിനേക്കാൾ ഒരു കോട്ടൺ തുണി കൊണ്ട് വായ്പൊതി കെട്ടിവെക്കുന്നതാകും കൂടുതൽ നല്ലത്. അടുത്ത ദിവസം ആവശ്യമുള്ളപ്പോഴൊക്കെ ആ വെള്ളം കുടിക്കുക. അതോടൊപ്പം കക്കിരി കഷ്ണങ്ങൾ ചവച്ച് തിന്നുകയും ചെറുനാരങ്ങയുടെ കഷ്ണങ്ങൾ അതിൻ്റെ തൊലിയോടെ ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്യുക. ഈ വെള്ളം പൊതുവെ സാധാരണ വെള്ളത്തേക്കാൾ കൂടുതൽ ക്ഷാരഗുണമുള്ളതായി മാറിയിട്ടുണ്ടാകും. നന്ദി.